ഹലോ സ്റ്റുഡൻസ്. അങ്ങനെ നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രിയുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വന്നിട്ട് ഇപ്പൊ അവസാനത്തെ ചാപ്റ്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താ അവസാനത്തെ ചാപ്റ്ററിന്റെ പേര്? വേൾഡ് ഓഫ് കാർബൺ എന്നാണ്. എന്താണ് വേൾഡ് ഓഫ് കാർബൺ? അതായത് കാർബണിന്റെ ലോകം. ഓക്കെ, അപ്പൊ കാർബണിന്റെ ലോകം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ കാർബണിന്റെ ലോകം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാൻ കാരണം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. കെമിസ്ട്രിയുടെ കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തത് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയും. മൂന്നാമത്തത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ് നമ്മുടെ സാധാരണ ചെറിയ ചെറിയ ബോണ്ടിങ്, അതുപോലെ എന്താണ് പറയുക, നമ്മൾ കെമിക്കൽ പീരിയോഡിക് ടേബിൾ, അതിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെന്താണ് ഈ ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ് ഈ ബയോളജിക്കൽ ചില ഈ കമ്പൗണ്ടുകളെ പറ്റിയിട്ടുള്ള കമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും അതുപോലത്തെ കുറച്ച്, അതായത് നമ്മുടെ ഈ കാർബൺ അടങ്ങിയിട്ടല്ലാത്ത ഈ മെറ്റലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് മെറ്റൽ നോൺ മെറ്റൽ കമ്പൗണ്ട്സ് ഒക്കെ ജനറലി നമ്മൾ പറയുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇനോർഗാനിക് കമ്പൗണ്ട് അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരും. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിലാണ് ഈ ഓരോ കമ്പൗണ്ട്സിന്റെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഇല്ലേ, ചില കമ്പൗണ്ട്സ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു, സൊല്യൂഷൻ ഫോം ചെയ്യുന്നു, അതാവുന്നു, റിയാക്ഷൻസ് നടക്കുന്നു അല്ലേ. നമ്മൾ ഇനോർഗാനിക് കമ്പൗണ്ട്സിനൊക്കെ റിയാക്ഷൻസ് നമ്മൾ പറയുന്നല്ലോ, അതൊക്കെ നമ്മൾ വരുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയിലെ വരും. ഓക്കെ, പിന്നെ ബാക്കി വരുന്ന ഓർഗാനിക് എന്നൊരു കെമിസ്ട്രി, ആ വിഭാഗത്തിലാണ് നമ്മൾ കാർബണിന്റെ കമ്പൗണ്ട്സിനെ പറ്റിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. കാർബൺ കമ്പൗണ്ട്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ ഒരു ഫീൽഡാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് കാർബൺ കൊണ്ടുണ്ടാക്കിയ കമ്പൗണ്ട്സിന്റെ പല പ്രോപ്പർട്ടീസും പല റിയാക്ഷൻസും, അതുപോലെ അത് വെച്ചുണ്ടാക്കുന്ന പല കമ്പൗണ്ട്സിന്റെ ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പക്ഷെ അതല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ ആ ഒരു കാർബൺ അടങ്ങിയിട്ടുള്ള കമ്പൗണ്ട്സിന്റെ ആ ഒരു ലോകത്തിലേക്ക് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കാർബണിനെ പറ്റി സംസാരിക്കണമല്ലോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാണ്? കാർബണെ പറ്റിയിട്ടാണ്. കാർബൺ കമ്പൗണ്ട്സ് ഒരുപാടെണ്ണം ഉണ്ട്, പക്ഷെ എല്ലാവരെ പറ്റിയും പഠിക്കുന്നത് ഈ ഒരു ചെറിയൊരു ക്ലാസിന്റെ സ്കോപ്പിന് പറ്റിയതല്ല. പക്ഷെ നമ്മൾ എന്ത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? നമ്മൾ കാർബണെ പറ്റി മനസ്സിലാക്കണം. അപ്പൊ ആരാണ് കാർബൺ? കാർബൺ എന്ന് വെച്ചാൽ നിങ്ങൾ കെമിസ്ട്രി ആയിട്ടൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ നമ്മൾ കത്തിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളെ വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ കത്തിക്കും അല്ലേ. പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കുന്ന അത്ര നല്ലല്ലേ. പക്ഷെ എന്നാലും ഈ കത്തിക്കാൻ പറ്റുന്ന ഇലകളായിക്കോട്ടെ, വിറകുകളായിക്കോട്ടെ അല്ലേ, അല്ലെങ്കിൽ ചപ്പുചവറുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കത്തിക്കുമ്പോൾ എന്തുണ്ട്, അത് കത്തി 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 അവസാനം നമുക്ക് എന്തുണ്ടാവും? ചാരം ഉണ്ടാവും അല്ലേ. ഇനി ചാരമല്ല, പൂർണ്ണമായി കത്താത്ത സാധനം എങ്ങനെയാണ്? കത്തിക്കഴിഞ്ഞല്ല, കത്തി കരിഞ്ഞു പോയി നമ്മൾ പറയും അല്ലേ. കരി നമ്മൾ പറയുന്നില്ല, അവസാനം ബാക്കി കറുത്തിട്ടുണ്ടാവുന്ന സാധനം നമ്മൾ കരി എന്ന് പറയും. അപ്പൊ ഈ കരി ബേസിക്കലി എന്താണ്? ഒരു കാർബണിന്റെ ഒരു പെർട്ടിക്കുലർ ഫോമാണ് കാർബണിന്റെ. ഓക്കെ, അപ്പൊ അതെന്താണ് കാർബൺ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫോംസ് ഉണ്ട്. പക്ഷെ ആ കരി എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി നമുക്ക് കാർബണിന്റെ ഒരു ഫോം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് കത്തിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ കത്തിക്കുന്നതിന് മുമ്പേ അത് കാർബണിന്റെ കമ്പൗണ്ട് ആയിരിക്കും. പക്ഷെ കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം എന്താവും? അതിലുള്ള വാട്ടർ മോയ്സ്ചറായിട്ട് അങ്ങ് പോവും. ബാക്കി ഓക്സിജൻ ഉണ്ടെങ്കിൽ അതും എയറിലോട്ട് പോകും. മറ്റ് ഗ്യാസുകളൊക്കെ അങ്ങോട്ട് അങ്ങ് കത്തിക്കഴിയുമ്പോൾ വേപ്പറൈസ് ആയിട്ടും മറ്റും ഒക്കെ അങ്ങോട്ട് പുറത്തേക്കൊക്കെ പോകും. ബാക്കി ആരാ ഉണ്ടാവുക? ബാക്കി ആകെ കാർബൺ മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ കാർബണിന്റെ പല പല ഫോമുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കാർബൺ എന്ന് വെച്ചാൽ കാർബൺ ആയിട്ട് നിൽക്കുന്ന വെച്ചാൽ കരിയായിട്ട് നിൽക്കാം, കൽക്കരി ആയിട്ട് നിൽക്കാം. ഓക്കെ, ചിലതൊക്കെ കമ്പൗണ്ട് ഫോമിൽ നിൽക്കും. അല്ലാതെ കാർബൺ ആയിട്ട് തന്നെ നിൽക്കുന്ന പല പല കമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാർബൺ അങ്ങനെ പല പല ഫോമിൽ നിൽക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ കാർബൺ എങ്ങനെയാണ്? നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? അതിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ് അല്ലെ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2, 4. അതായത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 4 ഇലക്ട്രോൺ അല്ലെ. അപ്പൊ 4 ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ അതിന് അർത്ഥം എന്താണ്? അതിന് 4 ഇലക്ട്രോൺ ഷെയർ ചെയ്യാം. 4 ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളോട് മുന്നേ ഒക്ടറ്റ് റൂൾ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇലക്ട്രോൺസിന്റെ ഔട്ടർ ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കുക. 4ൽ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസ് കൊടുക്കും. 4ൽ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് വാങ്ങും. അങ്ങനെയാണ് നമ്മൾ ഔട്ടർ ഇലക്ട്രോൺ നോക്കിയിട്ട് ആ പെർട്ടിക്കുലർ എലമെന്റ് കൊടുക്കുവോ വാങ്ങുമോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. പക്ഷേ നമ്മുടെ കാർബണിന്റെ കേസിൽ എന്താണ്? ആകെ 4 പേരെ ഏറ്റവും പുറത്തെ ഷെല്ലിലുള്ളൂ. അപ്പൊ അതിനർത്ഥമാണ് 4 ആൾക്കാരെ കൊടുക്കുകയില്ല, വാങ്ങുകയില്ല. അതിന് പകരം എന്ത് ചെയ്യും? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാർബൺ എന്തൊരു പ്രത്യേകതയുണ്ട്? മാക്സിമം 4 ബോണ്ടുകൾ വരെ അതിന് ഒരേ സമയം ഫോം ചെയ്യാം. നിങ്ങൾ കാർബണിന്റെ സ്ട്രക്ചർ ഒക്കെ വരക്കുവാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണ് വരക്കുക. 4 സൈഡിൽ കാർബണിന്റെ ബോണ്ട് ഫോം ചെയ്യും. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് മീഥെയിൻ എന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് വരക്കുക. എന്താണ് മീഥെയിൻ? അതെങ്ങനെയാണ്? CH. ഓക്കെ, എന്താണ് പേര്? മീഥെയിൻ. അപ്പൊ ഈ വരക്കേണ്ടതും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ വീഡിയോസ് നോക്കി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ എടുത്തു പോകുന്നത്. ഓക്കെ, അപ്പൊ മീഥെയിൻ എന്താണ്? CH4. ഇതിന് എഴുതേണ്ട കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കാർബൺ 4 ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും.
അപ്പൊ ഈ 4 ബോണ്ടുകൾ ഫോം ചെയ്തിട്ട് കാർബൺ പലതരത്തിൽ, അപ്പൊ ഞാൻ പറഞ്ഞ ഈ കമ്പൗണ്ട് എന്താണ്, വെറും കാർബൺ മാത്രം ഉള്ളതാണ്. അപ്പൊ ചുറ്റുമുള്ള കാർബണുമായിട്ട് എന്ത് ചെയ്യാം, 4 ബോണ്ട് ഫോം ചെയ്യാം. അപ്പൊ ഈ 4 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് ഇതിന് പല തരത്തിൽ നിൽക്കാൻ പറ്റും. ഒന്നുകിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ 3 ഡയമെൻഷനിലായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് 3 ഡയമെൻഷനിലായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ എന്ത് കണക്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു ചങ്ങല പോലെ, ഒരു പന്ത് പോലെയൊക്കെ നിൽക്കാം, അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ നിൽക്കാം. നിങ്ങളിപ്പം അടുത്ത കാലത്ത് കിട്ടിയ നോബൽ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കാർബൺ നാനോ ട്യൂബ്സിന്റെ കണ്ടുപിടുത്തത്തിനൊക്കെ എന്താണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാം നാനോ കെമിസ്ട്രി, അല്ലെങ്കിൽ നാനോ എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഉണ്ട്. ഓക്കെ, നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞത് ഇപ്പോൾ കെമിസ്ട്രിയിലുള്ള ഒരു മേജർ ആയിട്ടുള്ള ഫീൽഡാണ്. നാനോ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നാനോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൈസാണ്. അപ്പൊ നാനോ ട്യൂബ്സും ആ നാനോ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള, എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ടാക്കാൻ വേണ്ടി മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, ഈ നാനോ ട്യൂബ്സ് ഒക്കെ എന്ന് പറയാം. ഗ്രാഫീൻ എന്നൊക്കെ പറയുന്ന പല പല കാര്യങ്ങൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലൊക്കെ ആകെ കാർബൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വെച്ചാൽ കാർബൺ മാത്രമല്ല, കാർബണിന്റെ കൂടെ കാർബൺ ആവാം, ഹൈഡ്രജൻ ആവാം, ഓക്സിജൻ ആവാം, അങ്ങനെ ഒരുപാട് പേര് പോവാം. പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബണിന്റെ തന്നെ പല പല ഫോംസ് ഉണ്ട്. കാർബൺ വേറെ ആരും വേണ്ട, ഒറ്റക്ക് തന്നെ പുള്ളിക്കാരൻ മാസാണ്. അപ്പൊ എന്താണ്, ഒരുപാട് കാർബൺസ് ഇങ്ങനെ ചങ്ങല പോലെ ഫോം ചെയ്തിട്ട് കാർബണിന്റെ പല പല സ്ട്രക്ചറൽ ഫോംസ് ഉണ്ടാവും. അപ്പൊ ഓരോ സ്ട്രക്ചറൽ ഫോംസിനും ഓരോ പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് നമ്മൾ ഡയമണ്ട് എന്ന് പറയും, വജ്രം എന്ന് മലയാളത്തിൽ പറയും. ഡയമണ്ടിന്റെ പ്രത്യേകത എന്താണ്, അതായത് കാർബണിന്റെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ കാർബണിന്റെ വിന്യാസത്തിന്റെ വ്യത്യാസം കൊണ്ട് എന്തുണ്ടാവും, ആ അറേഞ്ച്മെന്റ് വ്യത്യാസം കൊണ്ട് നമുക്ക് പലതരത്തിലുണ്ട്. ഡയമണ്ട് എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഒരു സാധനം അല്ലേ, സ്ട്രോങ് ആണ്, അതിൽ ഫുൾ കാർബൺ ആണ്. ഇനി നമ്മുടെ നാട്ടിലെ സാധാരണ നമുക്ക് കിട്ടുന്ന കരി നോക്കുക, നമുക്കിപ്പം വിറകൊക്കെ കത്തിച്ച് കരി കിട്ടും, അതും കാർബൺ ആണ്. പക്ഷെ അത് ഡയമണ്ട്, അതായത് വജ്രത്തിന് എത്ര സ്ട്രോങ് ആണ്. വജ്രം ഭയങ്കര കട്ടിയുള്ളതെന്ന് പറയും, പെട്ടെന്നൊന്നും നമുക്ക് അടിച്ച് പൊട്ടിക്കാനൊന്നും പറ്റില്ല. ഈ ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യാനൊക്കെ ഡയമണ്ടിന്റെ പേന പോലത്തെ ഒരു സാധനമാണ്. അത് ഡയമണ്ടിന്റെ നൈഫാണ് ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഗ്ലാസ് കട്ട് ചെയ്യുക, ഗ്ലാസ് ഒക്കെ വിൽക്കുന്ന കടകളിലോ അതുപോലത്തെ സ്ഥാപനങ്ങളിലോ പോയി നിങ്ങൾക്ക് കാണാം, ഗ്ലാസ് അങ്ങനെ കട്ട് ചെയ്യുന്ന വെച്ചാൽ ഇതൊരു പേനയുണ്ട്, പേനയുടെ തട്ടത്ത് അതായത് വജ്രത്തിന്റെ ചെറിയൊരു കഷ്ണം ഉണ്ടാവും, അത് വെച്ചിട്ടാണ് ഗ്ലാസ്സുകളൊക്കെ മുറിക്കുന്നത്, കട്ട് ചെയ്യുക. അപ്പൊ ഗ്ലാസ് വരെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വജ്രം എന്ന് പറയുന്നത്. അത്ര പ്രിസൈസ് ആയിട്ട് മുറിക്കാൻ പറ്റും. പക്ഷെ വജ്രം നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, നമുക്ക് ഹാർഡൻ നല്ല സ്ട്രെങ്ത് ഉള്ളൂ, നമുക്ക് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ കരിയൊക്കെ കാണും, ചെറിയൊരു കൈയിനെ കൊണ്ട് പൊടിച്ചാൽ തന്നെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അപ്പൊ എന്താണ് സ്ട്രെങ്ത്തിന് വേരിയേഷൻ. പക്ഷെ രണ്ടാളിലും ആരാ ഉള്ളത്, കാർബൺ എന്ന് പറയുന്ന ആൾ കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാർബണിന്റെ ആ വൈഡ് റേഞ്ച് ആണ്. നമ്മൾ വിചാരിക്കുന്ന ഒരൊറ്റ ഫോമിൽ കാർബൺ, ഈ കാർബൺ ഇങ്ങനെയാണ്, കാർബൺ എപ്പോഴും ഇതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നു വെച്ചാൽ അല്ല. കാർബൺ വേറെ ആരും ഇല്ലെങ്കിലും ഒറ്റക്കാണെങ്കിൽ കൂടി കാർബണിന് പല പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്ലാസ്സിൽ. ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ്, ചെറിയ കാര്യമാണ്, ചെറിയ കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഷടയെന്ന് പറഞ്ഞ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റിന് മുമ്പ് കാർബണിന്റെ ഞാനിപ്പോ പറഞ്ഞത് എന്താണ്, സിമ്പിൾ കാർബൺ എന്നാണ്. സിമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾസ് ഒക്കെ ആണ്. ഇപ്പൊ എന്താണ്, ഹൈഡ്രജൻ, ഹീലിയം, സോഡിയം Na, പൊട്ടാസ്യം K, അതുപോലെ കാർബൺ, സിലിക്കൺ, ഫോസ്ഫറസ്. ഈ 2 ലെറ്ററിലോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ലെറ്ററിലോ ആയിട്ട് നമ്മൾ സിമ്പിൾസ് ചെയ്തു അല്ലെ, എലമെന്റ് ചുരുക്കിയിട്ട് നമ്മൾ വിളിക്കുന്ന പേരുകളാണ് ഈ സിമ്പിൾസ് ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ കാർബണിന്റെ സിമ്പിളാണ് C, കാർബണിലെ C വെച്ചിട്ട് C നടും. അറ്റോമിക് നമ്പർ 6 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇത് വാലൻസി 4, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ കാർബൺ ഡി പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞല്ലോ, പല സ്ട്രക്ചർ ആയിട്ട് പല ഫോമിൽ നിൽക്കുന്നു പറഞ്ഞല്ലോ, അതിന് പറയുന്ന പേരാണ് നമ്മൾ അലോട്രോപ്പി എന്ന് പറയും. എന്താണ് അലോട്രോപ്പി? നമ്മൾ ഐസോടോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അലോട്രോപ്പി എന്ന് പറയുന്ന കാര്യമുണ്ട്. ഐസോടോപ്പ് എന്താണെന്ന് നിങ്ങൾ പഠിക്കും, അത് വേറെ കാര്യം. അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അതായത് ചില എലമെന്റ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫോംസിൽ നിൽക്കാൻ പറ്റും. അതായത് സെയിം ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് സോളിഡ് ആയിട്ടുള്ള കാർബൺ തന്നെയായിരിക്കും. കാർബൺ സോളിഡ് ആണ്, സോളിഡ് ഫോം ആണ്. പക്ഷെ അതിന് ഓരോന്നിനും, ഇപ്പം ഡയമണ്ട് സോളിഡ് ആണ്, കരി അതായത് നമ്മുടെ കാർബൺ ബ്ലാക്ക് അല്ലെങ്കിൽ കോൾ എന്നൊക്കെ പറഞ്ഞ കൽക്കരിയോ അങ്ങനെ എന്ത് സാധനം എല്ലാം സോളിഡ് ആണ്. പക്ഷെ വജ്രം പോലെയുള്ള ആളാണോ? വജ്രം നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടാവുക. കരി എന്ന് വെച്ചാൽ കറുത്തിട്ടുള്ള സാധനമാണ്. അപ്പൊ അവർ രണ്ടുപേരുടെയും പ്രോപ്പർട്ടി സെയിം ആണോ? അല്ല. ഒരാൾ നല്ല സ്ട്രോങ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, അവരുടെ കംപ്ലീറ്റ് അവരുടെ അപ്പിയറൻസ് ഫിസിക്കലായിട്ട് കാണാൻ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. പക്ഷെ രണ്ടുപേരിലും കാർബൺ ആണുള്ളത്. അപ്പൊ രണ്ടും എന്താണ്, അതിന്റെ അലോട്രോപ്സ് ആണെന്ന് പറയാം. എന്താണ്, എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോംസ് ബട്ട് ദേ ആർ ഇൻ ദ സെയിം ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്, അവർക്ക് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഡിഫറെന്റ് കെമിക്കൽ ബിഹേവിയർ ആയിരിക്കും. എന്താണ്, അവരുടെ ഉള്ളിൽ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് കൊണ്ടാണ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുക.
ഇവരുടെ ഉള്ളിൽ ഓൾറെഡി അറേഞ്ച്മെന്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി എന്താണ് അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതായത് ഓരോ സമയത്തും ഉദാഹരണത്തിന് നമ്മൾ റിയാക്ഷൻ നടത്തുവാണെങ്കിൽ ഗ്രാഫൈറ്റോ അല്ലെങ്കിൽ ഡയമണ്ടോ അല്ലെങ്കിൽ കരിയോ 3 പേരും 3 തരത്തിലാണ് റിയാക്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഡിഫറെന്റ് കെമിക്കൽ ബിഹേവിയറും ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസും ആയിരിക്കും. പക്ഷെ എന്താ പറയുക, ഒരേ ഒരു സിമിലാരിറ്റി എന്താണ്, എല്ലാറ്റിലും കാർബൺ ഉണ്ട്, ഒരേ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്, പക്ഷേ അതിന്റെ സ്ട്രക്ചറലായിട്ട് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഡിഫറെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് അലോട്രോപ്സ്, കാർബണിന്റെ ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോംസിനാണ് നമ്മൾ അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്റ്റലൈൻ അലോട്രോപ്സും ഉണ്ട്, അതുപോലെ തന്നെ അമോർഫസ് അലോട്രോപ്സും ഉണ്ട്. അമോർഫസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യം നമ്മൾ ക്രിസ്റ്റലൈനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അമോർഫസ് പ്രത്യേകിച്ച് മോർഫ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, നിങ്ങൾ ഈ റൂട്ട് വേർഡ് നമ്മൾ എറ്റിമോളജി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. മോർഫ് എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അതിനർത്ഥം ഷെയ്പ്പാണ്. അപ്പൊ അമോർഫസ് എന്ന് പറയുന്നത് എന്താണ്, മോർഫ് എന്ന് വെച്ചാൽ എന്താണ്, ഷെയ്പ്പ്. അമോർഫസ് എന്ന് വെച്ചാൽ എന്താണ്, പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പും ഇല്ല, അതിനാണ് നമ്മൾ അമോർഫസ് എന്ന് പറയുന്നത്. അപ്പൊ അമോർഫസ് അലോട്രോപ്സ് നമ്മൾ പഠിക്കും. ആദ്യം നമുക്ക് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ്. ക്രിസ്റ്റലൈൻ അലോട്രോപ്സിന്റെ പ്രത്യേകത എന്താ, ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഓർഡർ, അതിന്റെ മോളിക്യൂൾസ് നമ്മൾ, അതായത് നമ്മളിപ്പോൾ ഒരു ഡയമണ്ട് എടുത്തു. ഓക്കെ, ഒരു ഡയമണ്ട് ഞാനിങ്ങനെ എടുത്തു. എന്താണ്, ഒരു ഡയമണ്ട് ഞാനിങ്ങനെ എടുത്തു. ഓക്കെ, ഒരു ഡയമണ്ട് ഞാനിങ്ങനെ ചുമ്മാ എടുത്തു. എന്നിട്ട് ഞാൻ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും, കുറച്ചുകൂടി സൂം ചെയ്താൽ, ഓക്കെ, ഒരു ലെൻസ് ഒക്കെ വെച്ചിട്ട്, ലെൻസ് വേണ്ട, ഒരു മൈക്രോസ്കോപ്പാണ് ഞാൻ കാണാൻ വേണ്ടി മൈക്രോസ്കോപ്പ് ഒരു സാധനം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എടുത്ത് നന്നായി സൂം ചെയ്ത് അതിന്റെ ക്രിസ്റ്റൽസിന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കാർബൺ നല്ല സൂപ്പർ ആയിട്ട് സ്ട്രക്ചർ ആയിട്ട് ഒരു പർട്ടിക്കുലർ നല്ല റിജിഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഓരോ കാർബണും ഓരോരോ പൊസിഷനിൽ നിങ്ങൾ ആരോ ഒരു ചിത്രകാരനോ ഒരു ആർട്ടിസ്റ്റോ കൊണ്ടുപോയിട്ട് കുത്തി വെച്ചതുപോലെ അത്രക്ക് പ്രിസൈസ് ആയിട്ടുള്ള നല്ലൊരു പീരിയോഡിക്കൽ അറേഞ്ച്മെന്റ്, അതായത് കറക്റ്റ് ഡിസ്റ്റൻസിലൊക്കെ ഓരോ കാർബൺ ആറ്റം വെച്ച രീതി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ ക്രിസ്റ്റലൈൻ എന്ന് വെച്ചാൽ പീരിയോഡിക് ആയിട്ട് ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അമോർഫസിൽ അങ്ങനെ അറേഞ്ച്മെന്റ് ഉണ്ട്, കാർബൺ തോന്നിയതുപോലെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ക്രിസ്റ്റലിനെ അലോട്രോപ്സ് നമ്മൾ 4 ആൾക്കാർ പഠിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് 2 പേരാണ്, മറ്റ് 2 പേരെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകും, നിങ്ങൾ അറിയേണ്ടതാണ് ഇവരെ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ 2 പേര് ഡയമണ്ട് ഗ്രാഫിൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കേൾക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. ഫുള്ളറിൻ ഗ്രാഫിൻ ഒക്കെ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ കാർബണിന്റെ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാനും കൂടുതൽ എന്താ പറയണ്ടത് ഫേമസ് ആവാനും സാധ്യതയുള്ളൂ. ഫേമസ് ആവാൻ നമുക്ക് യൂസബിലിറ്റി വെച്ച് നോക്കിയിട്ടാണെങ്കിലും ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണെങ്കിലും ഇനി വരാൻ പോകുന്ന കാർബണിന്റെ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ട് ഉള്ള അലോട്രോപ്സ് ആണ് ഫുള്ളറീനും ഗ്രാഫീനും. ഓക്കെ, അപ്പൊ ഡയമണ്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും, പിന്നെ ഗ്രാഫൈറ്റ് ഡിസ്കസ് ചെയ്യും, ഫുള്ളറിൻ ഡിസ്കസ് ചെയ്യും, പിന്നെ ഗ്രാഫീൻ ഡിസ്കസ് ചെയ്യും. ഇവര് 4 പേരും കണ്ടിട്ട് 4 പേരുള്ള വ്യത്യാസങ്ങൾ എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, വലിയ ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആരെ ഡിസ്കസ് ചെയ്യാം, ഡയമണ്ട് ഡിസ്കസ് ചെയ്യാം. ഡയമണ്ട് റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം, ഡയമണ്ട് നെക്ലേസ് എന്ന് പറഞ്ഞിട്ട് ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമ തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഡയമണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഓർണമെന്റ് കാര്യത്തിൽ ഒരു പ്രീഷ്യസ്, അതായത് നമ്മുടെ ഒരു വാല്യൂ കാണിക്കാൻ വേണ്ടി നമ്മൾ ഡയമണ്ട് ആഭരണങ്ങൾ, ഡയമണ്ട് എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കുക. അല്ല, ഡയമണ്ട് എന്ന് വെച്ചാൽ ഒരു പ്രസ്റ്റീജിന്റെ ഒരു എന്താ പറയുക ഒരു എലമെന്റ് ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന സാധനമാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡയമണ്ടിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത് നല്ല ഹാർഡാണ്, പിന്നെ എന്താണ് ട്രാൻസ്പെറന്റ് ആണ്, ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ എന്ന് വെച്ചാൽ എന്താണ്, അത് കണ്ടക്ട് ചെയ്യില്ല. എന്ത് കണ്ടക്ട് ചെയ്യില്ല, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറവാണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അതാണ് നമ്മളിപ്പം ഡയമണ്ടിലൂടെ കറണ്ടൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യില്ല, സിമ്പിൾ, അതാണ് ഐഡിയ. ഓക്കെ, പിന്നെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. തെർമൽ എന്ന് വെച്ചാൽ ചൂട് നന്നായി കണ്ടക്ട് ചെയ്യും. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യലും പ്രശ്നമില്ല, ചൂട് നന്നായി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡയമണ്ടിന്. ഓക്കെ, പിന്നെ എന്താണ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, നിങ്ങൾ ഫിസിക്സിലൊക്കെ ചിലപ്പോൾ ഒപ്റ്റിക്സ് നിങ്ങൾ ഡിസ്കസ് ഉണ്ടാവാതിരിക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചാൽ ഒന്നുമില്ല, അതായത് ഓരോ മീഡിയത്തിന് വെച്ചാൽ ഡിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം ഭയങ്കര വ്യത്യാസമായിരിക്കും. പിന്നെ ഏറ്റവും വലിയ ഉദാഹരണം വെച്ചാൽ നമ്മളിപ്പം ഒരു ബൗളിൽ നമ്മൾ വാട്ടർ എടുത്തു. നിങ്ങൾ ഫിസിക്സിൽ ഇത് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ അപവർത്തനം എന്നൊക്കെ പറയുന്ന റിഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ സംഭവം, നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നു, അപ്പൊ എന്താണ് നമ്മൾ കാണുക, ലൈറ്റ് കുറച്ച് ബെൻഡ് ചെയ്തിട്ട് കാണുക ചെയ്യുക അല്ലെ, ഇങ്ങോട്ടേക്കാണോ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, പക്ഷെ ചെറുതായിട്ട് ബെൻഡ് ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ വജ്രത്തിന്റെ പ്രത്യേകത ഈ ബെൻഡിങ് എന്ന് വെച്ചാൽ നല്ല കൂടുതലാണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ്, ഈ ബെൻഡിങ് നന്നായി കൂടിയിട്ട് ബേസിക്കലി ഇതിനുള്ളിൽ വന്ന സാധനം പിന്നെ പുറത്തേക്ക് അങ്ങനെ പോവാത്തൊരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി നോക്കുക, നല്ല രസമുള്ള ഒരു പരിപാടി. കാരണം ഈ വജ്രം നന്നായി തിളങ്ങുന്നത് നിങ്ങൾ കാണാറില്ലേ, വെറുതെ ലൈറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ എന്താണ് ഭയങ്കരമായിട്ട് തിളങ്ങും, നല്ല മിന്നി തിളങ്ങുന്നതാണ്. പക്ഷെ മിന്നി തിളങ്ങാൻ മാത്രം അതിന്റെ പുറത്തൊന്നുമില്ല. കാരണം എന്താണ്, ലൈറ്റ് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ കാരണം
അതിൻ്റെ ഉള്ളിൽ തന്നെ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും, പുറത്തേക്ക് വരാതെ ഓരോ മീഡിയത്തിൽ നിന്ന് ഉള്ളിലോട്ട് പോകുന്ന വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വ്യത്യാസം കൊണ്ട് ഉള്ളിൽ തന്നെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അതെന്താ നിങ്ങൾ വീഡിയോ ഒക്കെ വെച്ച് നോക്കി നോക്കുക, അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ഫിസിക്സിലേക്ക് പോയി. കെമിസ്ട്രിയിൽ നമ്മൾ ഇത്രയും പഠിക്കണം. അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്താണ്, ഹാർഡാണ്, ട്രാൻസ്പെറന്റ് ആണ്, പിന്നെ ഇലക്ട്രിക്കലി അത് നോൺ കണ്ടക്റ്റീവ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻസുലേറ്റർ എന്നൊരു സിംഗിൾ വാക്കിൽ നമ്മൾ ഉപയോഗിക്കും. പിന്നെന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്, പിന്നെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. പിന്നെ ഇതിന്റെ സ്ട്രക്ചറാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. എന്താണ്, നമ്മൾ ഡയമണ്ടിനെ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കാർബൺ ആറ്റംസ് കാണും. അപ്പൊ ഇതാണ് ഏകദേശം, ഇതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതിപ്പം ഒരു സെറ്റ്, ഓരോ സെറ്റാണ്. ഇപ്പൊ ഒരു കാർബൺ ആറ്റം, അതിന് എത്ര ആറ്റമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞു 4 ബോണ്ട്, വാലൻസി 4ആണ്. അപ്പൊ ഇവിടെ 1 2 3 4, കണ്ടോ? ഈ ഒരു കാർബൺ എന്താണ് 4 ആള് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത ആളോ 1, ഇവിടെ 1, ഇവിടെ 1, ഇതുപോലെ തന്നെ ഇത് ഇങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു കാർബൺ ആറ്റം, ഇവിടെ ഒരു കാർബൺ ആറ്റം, അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുക. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഇതിന്റെ ഡയമണ്ടിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിൽ ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവും, ഒരു കാർബൺ 4 കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഓരോ കാർബണായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ബോണ്ട് ചെയ്ത് പോയിട്ടാണ് ഒരു ഡയമണ്ടിന്റെ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കണ്ടോ? ഇത് എല്ലാവരും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നോക്കിയോ, ഇതിന് 4 ഉണ്ട്. ഇതെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പുറകോട്ടും താഴോട്ടും വേറെ കണക്ഷൻ ഉണ്ടാവും. ഇതെടുത്തു കഴിഞ്ഞാൽ അതിന് ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാവും. ഇതിന് ഇതാ ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാവും. ഇവിടെയും അങ്ങനെ തന്നെ, ഇവിടെയും അങ്ങനെ തന്നെ, ഇവിടെയും അതുപോലെ തന്നെ. ഓരോ കാർബണും എന്താണ് 4 വേറെ കാർബൺ ആറ്റമായിട്ട് ബോണ്ട് ചെയ്തിട്ടാണ് ഡയമണ്ടിൽ കാണുക. അതാണ് പറഞ്ഞത്, ഈച്ച് കാർബൺ ബോണ്ടഡ് ടു 4 അതർ കാർബൺ എന്താണ് സ്ട്രോങ് കോവാലന്റ് ബോണ്ട് വഴി കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെന്താണ്, ഒരു ഫ്രീ ഇലക്ട്രോൺസും ഇല്ല. കാർബണിന്റെ 4 ഇലക്ട്രോൺസ് ആണ് അല്ലേ, ഫ്രീ ആയിട്ട് കാർബൺ ഉണ്ടാവണമെങ്കിൽ 4 ഇലക്ട്രോൺസ് ആണ്. പക്ഷേ ഈ 4 ഇലക്ട്രോൺസും ചുറ്റുമുള്ള 4 കാർബണുമായിട്ട് ബോണ്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതൊന്നും ഫ്രീ അല്ല. അതുകൊണ്ടാണ് ഒറ്റ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണിന്റെ ഫ്ലോ കൊണ്ടാണ് കറണ്ട് ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ ഇലക്ട്രോണേ ഫ്ലോ ചെയ്യാനില്ല, അപ്പൊ കറണ്ട് ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂസ്ഡ് ഫോർ കട്ടിങ് ഗ്ലാസ് ആൻഡ് ഓർണമെന്റ്സ്, ഗ്ലാസ് കട്ട് ചെയ്യാനും അതുപോലെ ഓർണമെന്റ്സ് ഒക്കെ നല്ല ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡയമണ്ട് ഉപയോഗിക്കും. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് കാണാത്ത ആൾക്കാർ വളരെ വളരെ കുറവാണ്. ഓക്കെ, ലെഡ് ഗ്രാഫൈറ്റ് സാധനങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, നമ്മുടെ പെൻസിലിന്റെ ഒക്കെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു നാര് പോലെ തണ്ട് പോലെ സാധനം ഉണ്ടല്ലോ, അതിനാണ് നമ്മളത് ഗ്രാഫൈറ്റിന്റെ സാധനമാണ്. ലെഡ് ഗ്രാഫൈറ്റ് മിക്സറാണ്, പക്ഷെ ബേസിക്കലി ഗ്രാഫൈറ്റ് ആണത്. ഓക്കെ, ഈ ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടല്ലോ, അതെന്താണ്, അത് ഗ്രാഫൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആ സാധനം തൊട്ട് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. കാരണം അത് ഒന്നിച്ച് കുറെ ഗ്രാഫൈറ്റിന് ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ടുള്ള ഒരു കഷ്ണം പോലെ, ഗ്രാഫൈറ്റിന്റെ കഷ്ണമാണത്. പ്രത്യേകത എന്താണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. നിങ്ങൾ അത് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അല്ലെ. പെൻസിലിന്റെ ഈ മുനയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് തൊട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര സോഫ്റ്റ് ആണ്, സ്ലിപ്പറി ആണ്. കളർ എന്താണ്, ഒരു ഗ്രേ ആണ്, ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് അല്ലെ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ ഈ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി പരീക്ഷിക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. വേണമെങ്കിൽ തോട്ട് എക്സ്പെരിമെന്റ് പോലെ വേണമെങ്കിൽ പറയാം, യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് കിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് എനിക്കൊരു പരിമിതി ഉണ്ട്, നമുക്ക് എക്സ്പെരിമെന്റ് നേരിട്ട് കാണിക്കാം. അപ്പൊ അതായത് 2 സൈഡും കൂർപ്പിച്ച്, അതായത് 2 സൈഡും ഇങ്ങനെ ചെത്തിയിട്ട് ഈ ഗ്രാഫൈറ്റ് പുറത്ത് കാണുന്ന രീതിയിൽ കൂർപ്പിച്ച് ഒരു പെൻസിൽ എടുക്കുക. ഓക്കെ, ഞാൻ ഒരു പെൻസിലിന് വേണ്ടി റെപ്രസെന്റേറ്റീവ് പർപ്പസിന് വേണ്ടി പെൻസിൽ വരച്ചാൽ നല്ല അടിപൊളി പെൻസിൽ. ഞാൻ വരച്ച കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നണ്ട, പൈപ്പ് പോലും തോന്നണ്ട, ഇത് പെൻസിലാണ്. 2 സൈഡും എന്താണ്, ഗ്രാഫൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊരു സർക്യൂട്ടായി കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല സൂപ്പർ വരയായതുകൊണ്ട് പിന്നെ ഒന്നും പഠിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു സ്വിച്ചും പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട് ഇതിനിടയ്ക്ക് എവിടെയും ഒരു ബാറ്ററിയും വെക്കാട്ടെ. ഇത് കണക്ഷൻ എന്ന് വെച്ചാൽ ഫിസിക്സിന്റെ ഒക്കെ ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരു ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മുടെ സ്വിച്ച് ആണ്, ഇത് സ്വിച്ച് ആണ്. അപ്പൊ സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ബൾബ് ബ്ലും 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 എന്നിട്ട് കത്തിക്കോളും. അപ്പൊ അതെന്താ കാണിക്കുന്നത്, അത് ഗ്രാഫൈറ്റ് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഇലക്ട്രിസിറ്റി ഗ്രാഫൈറ്റിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യും. അതുകൊണ്ടാണ് ലൈറ്റ് കത്തുന്നത്. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കാണാൻ പറ്റും. എന്റെ വര നല്ല അടിപൊളി ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഐഡിയ ഇത്രയേ ഉള്ളൂ. എന്താണ്, നമ്മളിങ്ങനെ 2 വശവും കൂർപ്പിച്ചൊരു പെൻസിൽ എടുത്തിട്ട് നമ്മളൊരു സർക്യൂട്ട് കണക്ട് ചെയ്തിട്ട് ബാറ്ററിയും ലൈറ്റും സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിനർത്ഥം എന്താണ്, ഗ്രാഫൈറ്റ് ഇസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നോൺ വോളറ്റൈൽ ആണ്. ഈ വോളറ്റൈൽ എന്ന് പറഞ്ഞ വോളറ്റൈൽ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, പെട്ടെന്ന് തന്നെ ഈ ആവിയായി പോകുന്നതിനൊക്കെ നമ്മൾ വോളറ്റൈൽ നേച്ചർ എന്ന് പറയാം. അപ്പൊ ഗ്രാഫൈറ്റ് പെട്ടെന്ന് അങ്ങനെ ആവിയായി പോകുന്ന പേടിയൊന്നുമില്ല, കത്തുമായിരിക്കും പക്ഷെ അങ്ങനെ ആവിയായിട്ട് പോകുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് നോൺ വോളറ്റൈൽ നേച്ചർ ആണ്. പിന്നെ ഇനി നമുക്ക് ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ പരിശോധിക്കാം.
അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഡയമണ്ടിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ നമ്മൾ കണ്ടു എന്താണ് ഓരോ കാർബണും ചുറ്റുമുള്ള 4 കാർബൺ ആറ്റത്തിന് അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്ന ഗ്രാഫൈറ്റ് ചെറിയ വ്യത്യാസമുണ്ട്. അതാണ് ഈച്ച് കാർബൺ ആറ്റം ഇസ് കോവാലന്റ് ബോണ്ടഡ് ആണ്, കോവാലന്റ്ലി ബോണ്ടഡ് വിത്ത് 3 സറൗണ്ടിങ് കാർബൺ ആറ്റംസ്. ഈ കോവാലന്റ്ലി ബോണ്ടഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. കോവാലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുക. അയോണിക് ബോണ്ട് എന്നിട്ട് വേറെ ടൈപ്പ് ബോണ്ട് ഉണ്ട്. അയോണിക് ബോണ്ടിൽ എന്താണ് ഇലക്ട്രോൺ കൊടുക്കും മറ്റേയാൾ വാങ്ങും. അതാണ് അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം. കോവാലന്റ് ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രോൺ 2 ആറ്റത്തിന്റെയും ഏകദേശം നടുവിലായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക ചെയ്യാം. എന്നാൽ അയോണിക് ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു ആറ്റം, ഒരു വൈ എന്ന് പറഞ്ഞ വേറൊരു ആറ്റം. അപ്പൊ എക്സിന്റെ കയ്യിൽ എന്താണ് ഇലക്ട്രോൺസ് ഉണ്ടാവും, വൈക്ക് ഇലക്ട്രോൺ വേണം. അപ്പൊ എക്സിന്റെ കയ്യിൽ ഇലക്ട്രോൺ വൈ വാങ്ങിക്കും. അപ്പൊ വൈ എന്താവും, വൈ നല്ല സുഖമായി സന്തോഷമായിട്ട് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൊടുക്കും. അപ്പൊ എക്സിന്റെ കയ്യിൽ എന്താണ് ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ അതിനൊരു ചാർജ് വരും, ഒരു പ്ലസ് ചാർജ് വരും. ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വാങ്ങിച്ചുകൊണ്ട് ഇതിനെന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ചാർജ് വരും. അങ്ങനെ ഈ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്ഷൻ കൊണ്ടാണ് അയോണിക് ബോണ്ട് ഉണ്ടാവുന്നത്. കോവാലന്റ് ബോണ്ട് അങ്ങനെയല്ല. ഒരു എക്സ് കൊടുക്കുക, ഒരു വൈ കൊടുക്കുക. എക്സിനിടക്ക് ഒരു ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്, വൈക്ക് എന്തായാലും ഒരു ഇലക്ട്രോൺ വാങ്ങണം. പക്ഷേ എന്താണ് മൊത്തത്തിൽ എക്സിന് 2 ഇലക്ട്രോൺ വേണം. മൊത്തത്തിൽ അതിനെ ഔട്ടർ മോസ്റ്റിൽ സ്റ്റേബിൾ ആവാൻ 2 ഇലക്ട്രോൺ വേണം. എക്സിന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉള്ളത്, വൈയുടെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉള്ളത്. അപ്പം വൈക്കും 2 ഇലക്ട്രോൺ വേണം, എക്സിനും 2 ഇലക്ട്രോൺ സ്റ്റേബിൾ ആവാൻ വേണമെങ്കിൽ രണ്ടാളും കൂടി ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവും, ഒരു ആറ്റം ഉണ്ടാവും. അപ്പൊ എന്താ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഒരാൾക്കും, അതായത് ഒരാളുടെ കയ്യിലല്ല 2 ഇലക്ട്രോൺ കിടക്കുന്ന രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇപ്പൊ രണ്ടാളും ഹാപ്പിയാണ്. അതാണ് കോവാലന്റ് ബോണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോവാലന്റ്ലി ബോണ്ടഡ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട. കോവാലന്റ് ബോണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ കോവാലന്റ് ബോണ്ട് ആയിട്ട് 3 കാർബൺ ആറ്റമായിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ നോക്കിയേ കണ്ടോ, ഓരോ ലെയർ എടുത്തേ. ദാ ഈ കാർബൺ ആറ്റം എടുത്തേ, 1 2 3. ഇതെടുത്ത് 1 ഇവിടെ 1 2, ഇവിടെ പുറത്തേക്ക് വേറൊരു കാർബൺ ആറ്റം ഉണ്ടാവും. ഇതെടുത്തേ 1 2 3. ഇതെടുത്തേ 1 2 3. ഓരോ കാർബൺ ആറ്റം 3 കാർബൺ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ്, ഇതുപോലെ ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ കാർബൺ നിൽക്കുവാണ്. അതായത് ഓരോ ഗ്രാഫൈറ്റ് സാധനത്തിൽ നമ്മൾ സൂം ചെയ്ത്, അതായത് ഗ്രാഫൈറ്റ് പെൻസിലിന്റെ അറ്റത്തുള്ള ഗ്രാഫൈറ്റ് എടുത്ത് നമ്മൾ പൊടിച്ച് പൊടിയാക്കിയിട്ട് ആ ഓരോ പൊടിയിനെയും പിന്നെയും സൂം ചെയ്ത് പോയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുമെന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ വര പോലെ കാണാം. വര എന്താണ്, ഓരോ വരിയും ഓരോ ലെയർ. അപ്പൊ ഓരോ ലെയറിനെയും നമ്മൾ ഇങ്ങനെ സൂം ആക്കുക. എന്താണ്, നമ്മൾ സൂം ആക്കുക. അപ്പൊ സൂം ആക്കി എന്ത് മനസ്സിലാവും, ഓരോന്നിന്റെ ഉള്ളിലും ഇതുപോലെ ലെയർ കാണാൻ പറ്റും. അപ്പൊ ഈ ഓരോ ലെയറിലും എന്താണ്, ഓരോ കാർബണും 3 കാർബൺ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, അതിനിടയിൽ വേറെ കോവാലന്റ് ബോണ്ടിങ് ഒന്നുമില്ല. 2 ലെയർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ ലെയറിന്റെ ഇടയിൽ വേറെ കണക്ഷൻ ഒന്നും കാണുന്നില്ല. എങ്ങനെയാണ് പിന്നെ ലെയർ നിന്നിട്ടുള്ളത് വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് ആണ്. അപ്പൊ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോയി, എന്താ പേര്, ഒന്നുമില്ല. നമ്മൾ ഈ അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. നമ്മൾ ഈ എലമെന്റിന്റെയും അതുപോലെ ഈ ആറ്റത്തിന്റെ ഇടയിൽ ചിലപ്പോൾ അട്രാക്ഷൻ കാണണമെങ്കിൽ ഈ ഇലക്ട്രോൺസും സാധനം ഒന്നും വേണ്ട. 2 ആറ്റം അടുത്തടുത്ത് നിൽക്കുമ്പോൾ അവർ തമ്മിൽ വേറെ പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ലെങ്കിൽ ചിലപ്പം അതായത് ഇലക്ട്രോൺ ഒന്നും പാസ് ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ വരും. ഇന്റർ മോളിക്കുലർ ഇന്റർ ആറ്റമിക് ഒരു പെർട്ടിക്കുലർ ഇന്ററാക്ഷൻ വരും. അതെന്താണ്, അവരുടെ ഉള്ളിൽ മൊത്തത്തിൽ അവർ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൽ കുറെ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷനിലും കൊണ്ട് ഒരു ചെറിയൊരു അട്രാക്ഷൻ പോകും, ചെറിയൊരു ചാർജ് വേരിയേഷൻ ഒക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും ചെറുതായിട്ട് വേറെ ആറ്റത്തിന്റെ അടുത്ത് വരുമ്പോൾ. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ കാന്തം എടുത്തു, കാന്തത്തിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പൊ സൗത്ത് പോൾ നിങ്ങൾ എടുത്ത് നോർത്തിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു കാന്തം എടുത്തിട്ട് നിങ്ങൾ ഇരുമ്പ് പൊടിന്റെ അടുത്ത് വരുമ്പോൾ തന്നെ എന്തുണ്ടാവും, ഇരുമ്പ് പൊടി ചെറുങ്ങനെ അടങ്ങിങ്ങനെ അനങ്ങാൻ തുടങ്ങുമല്ലോ കാന്തത്തിന് അടുത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അതെന്താ കാരണം, അത് അവിടെ ഒരു അട്രാക്ഷൻ, അതായത് ഈ കാന്തം കൊണ്ടുവരുമ്പോൾ തന്നെ ഇരുമ്പ് പൊടിക്ക് അറിയാം എവിടെയോ ഒരു കാന്തം അടുപ്പിച്ച് വരുന്നുണ്ടെന്ന്. അപ്പൊ അതുപോലെ തന്നെ 2 ആറ്റം വേറെ ഒരു തരത്തിലും അവർ ഇന്ററാക്ട് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ അവരടുത്തടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ വിചാരിക്കും, ആഹാ അടുത്തെവിടെയോ വേറെ ഏതോ എനിക്ക് പറ്റിയൊരു കമ്പനിക്കാരൻ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതിന്റെ ഉള്ളിൽ. ഭയങ്കരമായി പൊട്ടിത്തെറിക്കാൻ മാത്രം ഡിസ്റ്റർബൻസ്, ചെറിയ ഡിസ്റ്റർബൻസ്. അപ്പൊ ചെറിയ ഡിസ്റ്റർബൻസ് തമ്മിൽ ചെറുതായ രീതിയിൽ അവർ തമ്മിലൊരു അട്രാക്ഷൻ പോലെ അങ്ങനെ നിൽക്കും. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് ഈ വീക്ക് എന്ന് വെച്ചാൽ വളരെ ചെറുതാ, അധികം ഭയങ്കരമായിട്ട് ഇന്ററാക്ഷൻ ഒന്നുമില്ല. ഭയങ്കരമായ ഇന്ററാക്ഷൻ ഉണ്ട്, നമുക്ക് ഭയങ്കരമായ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ്, അവരെ തമ്മിൽ പിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവര് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവർ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് നിൽക്കുക, ഈ ലേസ് ഭയങ്കരമായിട്ട് അവിടെ ഒട്ടിച്ചേർന്ന് നിൽക്കുമല്ലേ. നമ്മളിപ്പോ ചില സമയം എന്താ പറയുക, നമ്മൾ 2 സൈഡിൽ ഇപ്പം സോപ്പൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന് നേരെ മറിച്ച് വരെ സൂപ്പർ ഗ്ലൂവോ ഫെവിക്കോളോ പശ എങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉരക്കാൻ പറ്റുമോ, ഇല്ല, അവിടെ ഒട്ടിപ്പിടിച്ചു നിന്നു. അതെന്താ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ. ഇവിടെ 2 ലെയറിന്റെ ഇടയിൽ ഒരു സോപ്പ് തേച്ച പോലത്തെ ഒരു സംഭവം, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്ലോയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ലെയർ വിസ്കസ് ആയിട്ട് നിൽക്കും, ഇങ്ങനെ ഉരഞ്ഞോടെ ഇരിക്കും. അതായത് അവിടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ലെയറിന് സാധ്യമാണ്.
അപ്പൊ എന്താണ് ലേയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് വാൻഡർവാൽസ് ഫോഴ്സ്. ഈ അട്രാക്ഷന് പറയുന്ന പേരാണ് വാൻഡർവാൽസ് ഫോഴ്സ്. ഇതിന് പല എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. നമ്മളെ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നൊക്കെ പറയുന്നത് വാൻഡർവാൽസ് ഫോഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി അത് നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെന്താണ്, അപ്പോൾ നമുക്ക് മനസ്സിലായി 3 കാർബൺ ആറ്റം ആയിട്ട് ഓരോ സിംഗിൾ കാർബൺ ആറ്റവും ബോണ്ടഡ് ആണ്. അപ്പൊ 3 ആൾക്കാരുമായിട്ട് ബോണ്ട് വെച്ചാൽ 3 ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടോ കൊടുത്ത് ബോണ്ടായി. അപ്പൊ ബാക്കി ആരുണ്ട്? ബാക്കി ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉണ്ട്. ഈ ഓരോ കാർബൺ ആറ്റത്തിന്റെ ഇടയ്ക്കും ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ? ഓരോ ആളടിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാർബൺ അടിക്കും സിംഗിൾ ഇലക്ട്രോൺസ്. അപ്പൊ ഈ സിംഗിൾ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഇവിടെ ഈ സിംഗിൾ ഇലക്ട്രോൺസ് ഉണ്ട്, ഇതിന്റെ തൊട്ട് മുകളിലത്തെ ലെയറിൽ ഇവിടെയും ഓരോ സിംഗിൾ ഇലക്ട്രോൺസ് ഉണ്ട് ഓരോ കാർബണിന്റെ മുകളിൽ. അങ്ങനെ ഓരോ ലെയറിന്റെ മുകളിലും ഒരു ലെയർ ഓഫ് ഇലക്ട്രോൺസും കൂടി നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ മൈൻഡിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഓരോ കാർബൺ ആറ്റത്തിന്റെ മുകളിലും ഇലക്ട്രോൺസ്, അങ്ങനെ ഒരു ലെയർ ഉള്ള കുറെ കാർബൺ ആറ്റം. അപ്പൊ ഇതിന്റെ എല്ലാം മുകളിൽ എന്തുണ്ടാവും? ഓരോരോ ഇലക്ട്രോൺ ഓരോ കാർബണിന് വെച്ച് ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ പടർന്ന് പന്തരിച്ച് നിൽക്കുന്ന മനസ്സിൽ കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഈ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഉണ്ടോ, അത് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആവും. ഈ ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഗ്രാഫൈറ്റ് എന്തുണ്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫൈറ്റിന്റെ കാര്യം നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായി. ആ ഒരു ഐഡിയ മാത്രം മനസ്സിലാക്കാം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാൾക്കാരാണ് ഗ്രാഫൈറ്റ് പോലെ തന്നെ കാണാനുള്ള ഒരാളാണ് ഗ്രാഫീൻ. പക്ഷെ ഗ്രാഫൈറ്റിനേക്കാളും കുറച്ചുകൂടി സ്മൂത്ത് ആണ്, കുറച്ചുകൂടി ചെറുതാണ്, കുറച്ചുകൂടി സ്മൂത്ത് ആണ്, കുറച്ചുകൂടി ഈ വെള്ളം ഒഴുകുന്നത് പോലത്തെ ഒരു ഫീലാണ്. ഗ്രാഫൈറ്റ് നിങ്ങൾ കണ്ടല്ലോ, സ്മൂത്ത് ആണ്, പക്ഷെ അത് ലേഡ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും. നമുക്ക് അതിന്റെ മുകളിൽ കൂടുതലായിട്ട് ഈ ഒടിച്ച് തിരിക്ക് പരിപാടികളൊന്നും നടക്കൂല. പക്ഷെ ഗ്രാഫീൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടി സ്മൂത്ത് ആണ്. ഓക്കെ, അപ്പൊ ഗ്രാഫൈറ്റിൽ എന്താണ് ഈ ലേയേഴ്സ് തമ്മിൽ കുറച്ചുകൂടി അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത്ര സ്മൂത്ത് ആയിട്ട് നമുക്ക് അങ്ങനെ ഒടിക്കൽ തിരിക്കൽ പരിപാടി നടക്കാൻ പറ്റില്ല. പക്ഷെ ഗ്രാഫീൻ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഒടിച്ച് തിരിച്ച് വളച്ചൊടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗ്രാഫീൻ. ഗ്രാഫീനിലും എന്താണ് ഓരോ കാർബൺ ആറ്റം കണ്ടോ, ഇതൊരു സിംബോളിക് ഡയഗ്രാമാണ് കേട്ടോ. ഗ്രാഫീൻ എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്, ഗ്രാഫൈറ്റിനേക്കാളും ചെറിയൊരു സാധനമാണ്. അത് നാനോ ലെവൽ. നാനോ എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 10⁻⁹ എന്ന് പറഞ്ഞ എത്ര മക്കളെ? 10⁻⁹ എന്ന് വെച്ചാൽ 1 ശേഷം 9 പൂജ്യം വരുന്നത് അല്ലെ? 1 ശേഷം 9 പൂജ്യം, 3 3 6 3, അതെ, 1 ശേഷം 9 പൂജ്യം. ഓക്കെ, ഇനി ഈ ഇത്രയും വലിയ നമ്പർ, അതായത് 10⁻⁹ ഒരു ഭാഗം ഇതുണ്ടല്ലോ, അത്രയും ചെറിയ സൈസാണ് നമ്മൾ ആർക്കുള്ളത്? ഈ ഗ്രാഫീന്റെ ഒക്കെ സൈസ് വരുന്നത് അത്രയും ചെറുതാണ്. ഇത്ര നാലുകൾ നിങ്ങളായിരിക്കും ഇത്രയും വലിയൊരു, അത് ഇത്ര വലിയ ദൂരം, ഇത് എത്രയാണ്? ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഉണ്ടാവും, എനിക്ക് ഫുള്ള് പറയാൻ പറ്റില്ല. എന്നാലും എനിവേ 3 3 6 9 ഏകദേശം 1 ബില്യൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ 9 പൂജ്യം മില്യൺ ആണോ ബില്യൺ ആണോ കൺഫ്യൂഷൻ ഉണ്ട്. എനിവേ അത്രയും വലിയ നമ്പറിന്റെ ഒരു ഭാഗം, അത്രയും വലിയ ദൂരമുള്ള ഒരു സാധനം, ഒരു വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് എടുത്താൽ അതിന്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര, വളരെ പൊടി പോലത്തെ ഭാഗമാണ്. അത്ര ചെറിയ സൈസാണ് നമ്മുടെ ഗ്രാഫീൻ ഉണ്ടാവും, അത്രയും ചെറിയ. അതാണ് നാനോ എന്ന് പറയുന്നത്. ഈ 1/10⁻⁹ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. എങ്ങനെ? 10⁻⁻⁹ എഴുതാം. അപ്പൊ 10⁻⁻⁹ മീറ്റർ, അത്രയും ചെറിയ, അതിന് മീറ്ററിൽ എഴുതി. അത്ര മീറ്ററിന്റെ ഭാഗത്തിൽ എത്രയാ പറയാ? അതാണ് നാനോ എന്ന് പറയാം. അപ്പൊ നാനോ ലെവലിലുള്ള ആളാണ് നമ്മുടെ ഗ്രാഫീൻ ഒക്കെ. എന്താണ് നാനോ ലെവലിലുള്ള ആളാണ് ഗ്രാഫീൻ, അത്രയും ചെറിയ സാധനം. അപ്പൊ ഗ്രാഫീൻ വെച്ചിട്ടാണ് പിന്നെ ഭാവിയിലേക്കുള്ള ഒരുപാട് സാധനത്തിനോട് ഉപയോഗിച്ചത്. ഇപ്പം വൈഫൈന്റെ സാധനത്തിനും ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കാര്യത്തിലും മറ്റെന്താണ് ഈ ഫ്യൂവലിന്റെ കാര്യത്തിലൊക്കെ ഗ്രാഫീൻ കോട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്രാഫൈറ്റിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഗ്രാഫൈറ്റ് ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഗ്രാഫൈറ്റ് നമുക്ക് എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഈ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഈ സ്മൂത്ത് നേച്ചർ കൊണ്ട് അതിനെ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ് ഫുള്ളറീൻ എന്ന് പറഞ്ഞത്. ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ C60, അതായത് 60 കാർബൺ ചേർന്നിട്ടുള്ള, ഇത് മൊത്തത്തിലൊക്കെ 60 കാർബൺ ഇങ്ങനെ ഒരു ബോൾ പോലെ നിൽക്കുന്നതാണ് ഫുള്ളറീൻ എന്ന് പറയും. ഓക്കെ, ഇത് ഒരു ഫോം ആണ് കേട്ടോ. കാർബൺ ഇങ്ങനെ 60ഉം കാർബണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കാർബൺ പല ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ സയന്റിസ്റ്റുകൾ പല ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഒരു ഏറ്റവും വലിയ ഉദാഹരണം, നിങ്ങൾ ഇതുപോലത്തെ ഒരു ലെയർ എടുക്കുക. ഇപ്പൊ ഗ്രാഫീൻ എടുക്കുക, ഗ്രാഫീനെ ചുറ്റി ഒരു സിലിണ്ടർ പോലെ ആക്കിയിട്ടുണ്ടാവും. അതായത് ഓരോ സിലിണ്ടറിലും എന്താണ് ഇതുപോലെ കാർബൺ, ഓരോ കാർബൺ ഇങ്ങനെ ബോണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ കാർബൺ ട്യൂബ് ആയിട്ട് ഒരു ഫോം ചെയ്യാം. അതായത് കാർബൺ നമുക്ക് ഒടിച്ച് വളച്ച് തിരിക്കാൻ പറ്റും. കാർബണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനെ പല പല ഫോമിലേക്ക് മാറ്റും. അതിലൊരു ഫോമാണ് ഫുള്ളറീൻ എന്ന് പറയുന്നത്. ഓക്കെ, ബക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്നാണ് അതിന്റെ ഫുൾ പേര്. പക്ഷെ ഫുള്ളറീൻ എന്ന് പറയുമ്പോൾ C60 ആണ് അതിന്റെ മൊത്തത്തിലുള്ള എണ്ണം. ഓക്കെ, അപ്പൊ അതാണ് കാർബണിന്റെ മറ്റ് അലോട്രോപ്സ്. പിന്നെ നമ്മൾ നേരത്തെ ഗ്രാഫൈറ്റിന്റെ കാര്യം പറഞ്ഞു എന്താണ്? ഗ്രാഫൈറ്റ് ഏകദേശം കാണുമ്പോൾ എന്താണ്? കരിയാണ്, കറുത്ത കളറാണ്, ഗ്രേ കളറാണ്. പിന്നെ അതിന്റെ എന്താണ്? അധികം വേപ്പറൈസ് ചെയ്യില്ല, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഈ മെഷീൻ പാർട്സിലൊക്കെ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, പിന്നെ അതിന്റെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട്
ഈ പല കെമിക്കൽ നിങ്ങൾ ഭാവിയിൽ പഠിക്കാൻ പോകും, ഇലക്ട്രോ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് കാർബൺ റോഡൊക്കെ ഉപയോഗിക്കുന്നൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പൊ അതെന്താ കാരണം? അത് ഉപയോഗിക്കുന്ന വെച്ചാൽ ഇതിന്റെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള നാച്ചുറൽ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വേറെ, ഇതൊക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന കാർബണിന്റെ ഒരു ഭാഗമാണ് അത്. പക്ഷേ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്റ്റലിൻ എന്ന് വെച്ചാൽ പ്രത്യേക ഷേപ്പ് ഒക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള അറേഞ്ച്മെന്റിലുള്ള അനുസരണയുള്ള കാർബണിന്റെ അലോട്രോപ്സ് ആണ് നമ്മൾ എന്തുകൊണ്ട് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറയുന്നത്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫിൻ കണ്ടു. ഇനി ഒരു ഓർഡറും ഇല്ല, തോന്നിയതുപോലെ കാർബൺ അറേഞ്ച് ചെയ്ത് പ്രത്യേകിച്ച് ഒരു ഷേപ്പും ഇല്ലാത്ത ആൾക്കാർ നമ്മൾ എന്ത് പറയാ, കോൾ, അതാ കൽക്കരി. കൽക്കരി കിട്ടുന്ന ഒരു മൈനിന്റെ ഒരു ചിത്രമാണ് ഞാൻ കണ്ടത്. അത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ കോൾ എന്ന് പറയുന്ന സാധനമുണ്ട്, കോൾ മൈൻ ഉണ്ട്. ഓക്കെ, കൽക്കരി ഖനനം ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഇപ്പം കേരളത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് കൂടുതൽ, അതായത് ജലവൈദ്യുത പദ്ധതി വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ എന്താണ് വൈദ്യുതി കിട്ടുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ, അതായത് ഈ മഴയൊക്കെ കുറഞ്ഞ സ്ഥലങ്ങളിൽ, ഇപ്പൊ മധ്യപ്രദേശ് എടുത്തോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ മിഡിൽ, അതായത് ഇന്ത്യയുടെ മിഡിലും അങ്ങനെ നോർത്തിലൊക്കെ ഉള്ള മഴ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് അറിയോ? കൽക്കരിയാണ്. പണ്ട് തീവണ്ടികളിലൊക്കെ കൽക്കരിയിൽ ഓടുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോഴും പല തീവണ്ടികളും കൽക്കരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സ്റ്റീം എഞ്ചിൻ എന്നൊക്കെ പറയുന്നതൊക്കെ അതിലൊക്കെ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കൽക്കരി എന്ന് പറയുന്നത് എന്താണ്? തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫ്യൂവലാണ് കൽക്കരി എന്ന് പറയുന്നത്. കൽക്കരി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നത്? പഴയ പണ്ട് ചത്ത് മണ്ണടിഞ്ഞ, വർഷങ്ങളോളം മണ്ണടിഞ്ഞിട്ടുള്ള ചെടികളുടെയും മറ്റ് ജീവികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ മണ്ണടിഞ്ഞിട്ടും ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കൽക്കരി ഉണ്ടാവുന്നത്. ഒരു ഫോസിൽ ഫ്യൂവലാണ് കൽക്കരി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരുപാട് കാലം എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർന്നു പോകും. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ഈ പെട്രോളിയത്തിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ തീർന്നു പോകുന്നതാണ്. ഓക്കെ, റിന്യൂവബിൾ എനർജി സോഴ്സ് അല്ല. ഓക്കെ, അപ്പൊ കോൾ മാത്രമല്ല, കോക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതും കാർബണിന്റെ ഒരു അമോർഫസ് ഫോം ആണ്. ചാർക്കോൾ, നമ്മൾ കരി എന്ന് സാധാരണ പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? കാർബണിന്റെ അമോർഫസ് ഫോമുകളാണ്. ഇതൊക്കെ ജസ്റ്റ് ഓർമ്മിച്ചു വെച്ചാൽ കോള്, കോക്ക്, ചാർക്കോൾ എന്നൊക്കെ പറയുന്നത് അമോർഫസ് ഫോംസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അലോട്രോപ്സ് എന്താണ്? അലോട്രോപ്പി എന്താണ്? ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിൽ ഒരു എലമെന്റ് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോംസിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അലോട്രോപ്പി എന്ന് പറയാം. ഓരോ അലോട്രോപ്പി, ഈ അലോട്രോപ്പിയിൽ നിൽക്കുന്ന ഈ സ്ട്രക്ചറൽ ഫോംസിനെ വിളിക്കുന്ന പേരാണെന്ത്? അലോട്രോപ്സ് എന്ന് നമ്മൾ കണ്ടു. എന്താണ്? അലോട്രോപ്സ് എന്ന് വിളിക്കും. അപ്പൊ അലോട്രോപ്സ് നമ്മൾ കണ്ടു രണ്ട് തരത്തിലുണ്ട് അല്ലെ? എന്തൊക്കെയുണ്ട്? ക്രിസ്റ്റലൈനും ഉണ്ടാവാം. ഇപ്പൊ കാർബണിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ക്രിസ്റ്റലൈൻ അലോട്രോപ്സും ഉണ്ടാവാം, അതുപോലെ തന്നെ ഉണ്ടാവാം അമോർഫസും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ക്രിസ്റ്റലൈൻ ആണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത്. ആരൊക്കെ ഡിസ്കസ് ചെയ്തു? ഡയമണ്ട് ഡിസ്കസ് ചെയ്തു, കൂടെ ഗ്രാഫൈറ്റ് ഡിസ്കസ് ചെയ്തു, ഫുള്ളറിൻ ഡിസ്കസ് ചെയ്തു. പിന്നെ അവസാനം ചെറുതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗ്രാഫീനും മറ്റേ നാനോ ടെക്നോളജിയുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അമോർഫസ് ആയിട്ട് നമ്മൾ കോള് കണ്ടു. കോൾ എന്ന് വെച്ചാൽ കൽക്കരി, കോക്ക് കണ്ടു. ഓക്കെ, പിന്നെ കരി എന്ന് നമ്മൾ സാധാരണ പറയുന്ന ചാർക്കോളും കണ്ടു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ നിങ്ങൾ കാർബണിനെ പറ്റി, കാർബൺ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന് കണ്ടു. ഇതൊക്കെ നിങ്ങൾക്ക് കാർബണിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയുള്ള ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ് പോലെ. പക്ഷെ ഇനിയാണ് നമ്മൾ കാർബണിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് കാർബണിന്റെ കുറച്ച് കമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്യുന്നത്, അതൊക്കെ കുറച്ച് ഡിസ്കസ് ചെയ്യും. വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നിങ്ങൾ സയൻസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഓർഗാനിക് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ സെക്ഷൻ ആയിട്ട് 2 ക്ലാസ്സിൽ പഠിക്കണം. 12ാം ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. 11ാം ക്ലാസ്സിൽ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടി, ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി കാണുക, നോട്ട് ചെയ്യുക, റെഫർ ചെയ്യുക. ഞാൻ പറയാം, ഒരു വീഡിയോ മാത്രം വെച്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം, അതിലൂടെ യൂട്യൂബ് വീഡിയോ ഉണ്ട്, അങ്ങനെ കാണണം. ഓക്കെ, നമ്മൾ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടേതായ വാക്കുകളിൽ വേണം ഓരോ കൺസെപ്റ്റ് നിങ്ങൾ എഴുതാം. ഇപ്പൊ ഞാൻ പറയുന്നു ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു, എങ്ങനെ? ലെയറിനിടയിൽ ഇലക്ട്രോൺസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നു? അതുപോലെ നിങ്ങൾ എഴുതാൻ സ്വന്തം വാക്കുകളിൽ എഴുതിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എപ്പോഴും അതാണ് നമ്മുടെ മൈൻഡിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ശ്രദ്ധിച്ചു വെച്ച ശേഷം ഈ ക്ലാസ് ഒന്നുകൂടി കാണുക. സോ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. Manorama Horizon, learning made simple.